ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്ന ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ നമ്മൾ കണ്ടാണ് ദേവുട്ടിക്ക് വയ്യാണ്ടായിട്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു. ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ ഒരു സമയത്ത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു കുട്ടിക്ക് അമ്മയെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ അപ്പുവാണ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം അപ്പുവിനെ കണ്ടതിന് ശേഷം പറയുന്നുണ്ട് മോളെ മമ്മി വന്നെന്ന് പറയുമ്പോൾ അപ്പു പറയുമ്പോൾ ദേവിമോള് പറയുന്നുണ്ട് എനിക്ക് മമ്മിയല്ല കാണേണ്ടത്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ അതിശയത്തോട് ചോദിക്കും ഈ കുട്ടി എന്താ ഇങ്ങനെ പറയുന്നത്, മോളുടെ അമ്മയല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ അവൾ വിളിക്കുന്നത് അവളുടെ മമ്മി ഞാൻ തന്നെയാണ്, പക്ഷെ അവൾ വിളിക്കുന്നത് എൻ്റെ വല്യമ്മേനെയാണ് അമ്മയെന്ന് വിളിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ എത്തിക്കാനുള്ള പരിപാടി നോക്കുന്ന പറയണം. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശിവനാണെങ്കിൽ ഭാരേട്ടനെ വിളിച്ച് ഈ ഒരു കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട്. ഭാരേട്ടനും ദേവിയെടുത്ത് ഉടൻ തന്നെ പുറപ്പെട്ട് ഹോസ്പിറ്റലിലോട്ട് വരാൻ തുടങ്ങിയാണ്. ഈ ഒരു സമയത്ത് ഡോക്ടർ വീണ്ടും വന്ന് ദേവിയോട് നമ്മുടെ ഹരിയോടും അപ്പുവിനോടും ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മ വരാറായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശിവൻ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ അവർ പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പം തന്നെ എത്തുന്നു പറയാണ്. ഉടൻ തന്നെ വരാൻ പറയില്ലെങ്കിൽ കുട്ടിയുടെ അവസ്ഥ വീണ്ടും കൂടുതൽ വഷളാകുമെന്ന് പറയാണ്. ഈ ഒരു സമയത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഹരിയുടെ അപ്പുവിൻ്റെയും ശിവന്റെ അടുത്തോട്ടായിട്ട് നമ്മുടെ ഭാരേട്ടനും ദേവിയെടുത്ത് ഓടി എത്തിയാണ്. അപ്പോൾ എന്നിട്ട് ശിവനോടായിട്ട് ചോദിക്കുന്നുണ്ട് ശിവ എന്തിയെ എൻ്റെ ദേവമോൾ എന്തിയെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നുമില്ല ദേവിയെടുത്ത് ഐസിയുരാന്ന് പറയണം. അയ്യോ ഐസിയുര അതിനെ പറ്റിയ അതിന് മാത്രം എന്നെ പറ്റിയെന്ന് ചോദിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് നേഴ്സ് വന്ന് നമ്മുടെ ദേവിമോളുടെ ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് അപ്പൂൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ദേവിയെടുത്ത് ഒന്നുകൂടെ ഞെട്ടിക്കൊണ്ട് വീണ്ടും ഹരിയോട് ചോദിക്കണം ഹരി എന്താ ഇത് എന്തിനാ മോളുടെ ഓർണമെന്റ്സ് ഒക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്, എന്താ പറ്റി എൻ്റെ മോൾക്കെന്ന് പറയുമ്പം അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ദേവിയെടുത്ത് ഓടിപ്പിടിച്ച് നേരെ ഐസിയുവിനകത്ത് കയറി ചെല്ലുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ മോൾക്കാണെങ്കിൽ ആശ്വാസം കിട്ടുന്ന രീതി അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ദേവിയെടുത്ത് പൊട്ടിക്കരഞ്ഞ് വയ്യാണ്ടായിട്ട് നിൽക്കുന്ന ദേവിയെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ ശിവനാണ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അഞ്ജുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ദേവമോളുടെ നില കുറച്ച് കൂടുതലായിരുന്നു, ഓക്സിജൻ മാസ്ക് വെച്ചാണ് ഇപ്പം ശ്വാസം എടുക്കുന്നതെന്നൊക്കെ പറയാണ്. എന്തായാലും ദേവമോള് തിരിച്ചു വന്നിട്ട് അതായത് തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിട്ട് അതായത് ഈ ഒരു അപകടനില തരണം ചെയ്തതിന് ശേഷം മാത്രമേ ദേവിയെടുത്ത് ഹോസ്പിറ്റലിൽ വിട്ട് പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലും ദേവിയെടുത്തേയും ഭാരതനെ കുറ്റം പറയുകയാണ്. അപ്പം കാരണം നമ്മുടെ ഹരിയോടായിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ വല്ലാണ്ട് കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴെങ്കിലും അത് തോന്നി ചോദിക്കേണ്ട. അപ്പോൾ പറയുന്നുണ്ട് ദേവിയെടുത്ത് ഞാൻ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയണം. അപ്പം നമ്മുടെ ഹരി പറയുന്നത് എൻ്റെ പൊന്ന് അപ്പു നീ ഇങ്ങനെ നന്ദിയോടൊന്നും പറയരുത്, അവരാണ് നമ്മുടെ കുട്ടിയെ ഈ ഒരു ഇത്രയും വളർത്തി വലുതാക്കിയെന്ന് പറയുകയാണ്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ, അതായത് അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ തൊടുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടുവരികയാണ് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.